കറക്റ്റ് സമയത്ത് എത്തണം. വണ്ടിക്ക് മാറിക്കോ. അത് MVD ഞങ്ങൾ തട്ടിയിട്ടാലോ. പ്രൈവറ്റ് ബസ് ഉണ്ട്, മുട്ടൻ ചേസ്. ചങ്ങായി മാറുന്നില്ല. സ്പീഡാട്ടോ, അതാ ഈ ചങ്ങായി മാറുന്നില്ല. കുതിര ഉള്ളുന്നാലേ ഒന്ന്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗെയിം മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സായിട്ട് വന്നേ, സാഗർ എഡിഷൻ ബസ്സായിരുന്നു. അപ്പോൾ ഇത് ഇടിച്ചത് വെച്ചാൽ ഒരു ലോറിക്കാരനാണ്. അത് അങ്ങ് ഒരു ലോറിക്കാരനാണ് കേട്ടോ. ആ ചങ്ങായി വന്നിടിച്ചാണ്. വെറുതെ അവിടെ നിർത്തിയെടുക്കുക, ഇങ്ങോട്ട് വന്നിടിച്ചാൽ. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ബസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ ഒരു 100 ലൈക്ക്. അപ്പോൾ എല്ലാവരും 100 ലൈക്ക് ഒക്കെ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ 100. അപ്പോൾ നമ്മൾ കണ്ണൂർ കോഴിക്കോട് റൂട്ട് ബസ്സാണ് ഇത്, സാഗറിൻ്റെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കമൻറ്റോ എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറേ ആൾ എന്തെല്ലോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പാർ, ചക്ക നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളം നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് അത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഒരു ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് താഴെ ഇടുക, ഞാൻ നോക്കാം. ഞാനെല്ലാം കാണുന്നുണ്ട്, അതിനെല്ലാം റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കയറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലോഡലുണ്ട് മേലെ. ഇപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അധികവും ഇൻറ്റീരിയർ ഉണ്ടാവുക. നല്ല എങ്ങനെയെങ്കിലും നമ്മൾ ടൈം എന്ന് വെച്ചാൽ ഒരു പക്ക ടൈമിനവിടെ എത്തണം. ഒന്നും ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും എത്തണം. അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമ്മൾ 100-110 പോകാൻ നല്ല സ്പീഡുണ്ട്. വണ്ടിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ. പക്ഷേ ചവിട്ടിയാലൊന്നും കിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയാണ്, കുറച്ച് വളവും തിരുവല്ല റോഡാണ്. കുറേ കഴിയുമ്പോൾ ഫുൾ ഓഫ് റോഡാണ്. ഇന്ന് ഫുൾ ഓഫ് റോഡ് ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ 100. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ അന്നേരം ലൈക്കൊന്നും ചെയ്യാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു KSRTC കാരനെ കാണുന്നുണ്ട്. നമ്മൾ അതിൽ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം വലിയ ഡേഞ്ചർ ടീമാണ്. അടക്കല്ല ഓവർടേക്കൊന്നും തരില്ല. അപ്പോൾ നമ്മൾ അവർ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നിൽ കുറച്ച് വണ്ടിയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവരെയും പിടിക്കണം. ഒരുത്തന്നെ നമ്മൾ ഓടില്ല, എല്ലാവരും ഓവർടേക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം. പിന്നെ ചലഞ്ച് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു, ഫുൾ കറക്റ്റ് ടൈമിനവിടെ എത്തണം, വണ്ടി കേടി ഇടിക്കരുത്. അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ മുന്നിൽ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്, നമ്മൾ അതിൽ കടത്തിയിട്ടുണ്ട്. മുന്നിലൊരു ടാങ്കറും പിന്നെ നമ്മളെ ടാറ്റേൻ്റെ മറ്റേ വണ്ടിയില്ലേ, ഈ വണ്ടീൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ താഴെ കമൻറ്റ് ഈ വണ്ടീൻ്റെ പേരറിയെങ്കിൽ. അപ്പോൾ മുന്നിലൊരു MVD പോകുന്നുണ്ട്. MVD നമ്മളൊന്നും വിടില്ല, നമ്മളെല്ലാവരും ഓവർടേക്ക് ചെയ്യും. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തണം. വണ്ടിക്ക് മാറിക്കോ. അത് MVD ഞങ്ങൾ തട്ടിയിട്ടാലോ. ഓക്കെ, പക്ഷേ വണ്ടി ഇടിക്കൂല എന്ന് ഞാൻ ഇന്നത്തെ ചലഞ്ചാകുന്നതുകൊണ്ട് ഇടിക്കില്ല ഞാൻ. അപ്പോൾ നേരെ നമുക്ക് സ്പീഡ് പോകാം. ഈ ചങ്ങായി മാറി തരുന്നില്ല. നമുക്ക് നേരെ ഓവർടേക്ക്. അങ്ങനെ വണ്ടി വരുന്ന എന്നിട്ടും ഇത് ഡേഞ്ചർ, ഇടിക്കാറെന്നല്ല ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമ്മൾ MVDനെ കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടാങ്കറിനെ നമുക്ക് നല്ല കടത്തണം. ടാങ്കറിനെയും കടത്തിയിട്ടുണ്ട്. ചങ്ങായി മാറുന്നില്ല, നല്ല മുട്ടൻ ചേസാണ്. പിന്നെ പോയി ചങ്ങായി മാറുന്നില്ല കേട്ടോ. നമുക്ക് നേരെ സ്പീഡ് പോകാം. ഒരു ഇന്നോവക്കാരനുണ്ട്. ഇന്നോവക്കാരൻ അവരിൽ നല്ല സ്പീഡാണല്ലോ. അവരിൽ എന്തെന്നാ വെച്ചിന് റോക്കറ്റാ. നമുക്ക് ഇവരെങ്ങനെയും കടത്തണം. ഇവർ MVD അല്ല, അതിനും ഇന്നോവക്കാരനെ കടത്തിയിട്ടുണ്ട്. ഇന്നോവക്കാരൻ സൈഡ് മാറ്റുന്നില്ല, ലോറിക്കാരൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. ഇതേപോലത്തെ വണ്ടിയാണ് ഇടിച്ചിന്. വെറുതെ അവിടെ നിൽക്കും, ഇങ്ങോട്ട് വന്ന് ഇടിച്ച്. ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോയ സ്ഥലമല്ലേ, അതേ സ്ഥലം കേട്ടോ. ഇതേപോലത്തെ സ്ഥലത്ത് ഞാൻ ഇങ്ങോട്ട് നിർത്തി വെച്ചാൽ അപ്പോൾ ഇതേപോലത്തെ ലോറിക്കാരൻ വന്ന് ഇടിക്കുക. എന്നാ ചെയ്യണ്ടേ? ഇവിടുത്തെ കുറേ എണ്ണം ഉണ്ട് മാടന്മാരെപ്പോലത്തെ കണ്ണ് കാണാതെ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്ഥലത്ത് നിന്നാണ് തുടങ്ങി. അതേ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ഓഫ് റോഡ് തുടങ്ങുന്നത്. നമുക്ക് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടല്ലോ, KSRTC ഉണ്ടോ, അവിടെ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നോട്ട് ഫുൾ ഓഫ് റോഡാണ്. വണ്ടിക്ക് സസ്പെൻഷനിലുണ്ടോ നോക്കട്ടെ. KSRTC എല്ലാം പോകുന്ന കണ്ടല്ലോ അറിയാം, കുലുങ്ങിയിട്ടാകും. നല്ല അടിയാട്ടോ അടിക്കുന്ന. നിങ്ങൾ ടയർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ നല്ലോണം കുലുങ്ങുന്നുണ്ട്. KSRTC നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ചങ്ങായി അവിടെ ചങ്ങായി നല്ല സ്പീഡ് എടുക്കുന്നുണ്ടല്ലോ. നമുക്കെന്നാ നമ്മളെ വണ്ടി നോക്ക്, സാഗറിൻ്റെ വണ്ടിയാണ്, സെറ്റപ്പ് വണ്ടി. അപ്പോൾ ഫുള്ള് കുലുങ്ങിയിട്ടാണ് പോകുന്നത്. ഇവിടെ കണ്ട വണ്ടി ഒഴുകുന്നുണ്ടോ, നല്ല കുതിര ഉള്ളുന്ന പോലെ തോന്നുന്നു. നമ്മളൊരു വണ്ടീനെ കടത്തിയിട്ടുണ്ട്. അടുത്ത അതൊരു വണ്ടിയാണ്, അത് MVD. ഇവരെവിടെ നോക്കിയാലും ഉണ്ടാവും MVDക്കാർ. ചങ്ങായി മാറി തന്നില്ല കേട്ടോ. ഇപ്പം നല്ല സ്പീഡിലാണല്ലോ പോകുന്നത്. നമ്മളതേ ബസ് കേട്ടോ ബാക്കിലുള്ള. അവൻ അതേ റൂട്ടാണ് തോന്നല്ലോ ചങ്ങായി, അതേ റൂട്ടാണ് സാഗറിൻ്റെ ബസ്. പക്ഷേ നമ്മളെ ബസ് മാറ്റാണ്, നമ്മളാണ് ഫസ്റ്റ് എത്തുക. നമ്മൾ ഫുൾ കറക്റ്റ് ടൈമായിരിക്കും കേട്ടോ. ഫുൾ കറക്റ്റ് ടൈമിലെത്തും നമ്മളെ യാത്രക്കാർ ഫുൾ സേഫ് ആയിരിക്കും. ഒരു MVD ഉണ്ട്, ചങ്ങായിനൊന്ന് കാട്ടത്. നമ്മൾ നോക്കുക വണ്ടി കുലുങ്ങുന്ന നല്ല കുതിര ഉള്ളുന്ന പോലെ വന്നത്. അപ്പോൾ നമുക്ക് MVDനെ കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്, ചങ്ങായിനെയും കടത്താം.
നമ്മളന്ന് ഫസ്റ്റ് എത്തുക. ഇവരെല്ലാം നമ്മൾ ഫുൾ സ്പീഡിലായിരിക്കും പോവുക. ഇവരൊന്നും മാറത്തില്ല കേട്ടോ, ഇടക്ക് മാറുന്നുണ്ട് കുറേ എണ്ണം. ഇതൊന്നും ഇവിടുന്ന് പറ്റിയേ ഫുൾ ബ്ലോക്കാണല്ലോ, നല്ല ട്രാഫിക് ആട്ടോ ഇവിടെ. അവിടെ ഒരു കെ എസ് ആർ ടി സി കാരനുണ്ട്. കെ എസ് ആർ ടി സി കാരൻ എന്തോ പണി ഒപ്പിച്ച് തോന്നുന്നുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. ആ തോന്നി കെ എസ് ആർ ടി സി നോക്കറോ. ഇതൊന്നും ഇവന്നെ കളിക്കുന്നിവേ, കുറേ എണ്ണം ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ കണ്ണുകൂട്ടന്മാർ. ഇതൊന്നും ഇവനിങ്ങനെ എടുത്താൽ പോരെ. നമ്മളെ വണ്ടി ചെറുങ്ങനെ വരഞ്ഞു തോന്നുന്നു കെ എസ് ആർ ടി സി സൈഡിൽ. ഇതടുത്ത അടുത്ത് കെ എസ് ആർ ടി സി അല്ല കേട്ടോ, ഒരു ട്രാവലറും നമ്മളെ ടൂറിസ്റ്റ് ബസ്സാണ്, വണ്ണസാവും. ഇതെന്നാൽ ഇവിടെ ചങ്ങായിനെ ഇടിച്ച് തട്ടിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഫുള്ള് ഒരയുന്നുണ്ട്. 93 നിങ്ങൾ ശ്രദ്ധിച്ചിനും അറിയില്ല. അതിനകത്ത് മറ്റേ സംഭവമില്ല, നമ്മളെ സ്പീഡിൻ്റെ ലോണാക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിനും അറിയില്ല. വണ്ടീൻ്റെ ലെവലാണ് മറ്റേ നമ്മളെ വണ്ടീൻ്റെ ഇതില്ലേ ലെവലെല്ലാം നോക്കുന്നത്. ഡാമേജ് ആയാലും അത് 93 ആയിട്ടുണ്ട്. ഓണടിച്ച് പിടിക്കുന്നുണ്ട്. ഈ ചങ്ങായിക്ക് ഓണടിക്കാൻ അറിയാമല്ലേ. ഓനെ കുറച്ച് റിവേഴ്സ് ആയിനെങ്കിൽ നമുക്കങ്ങ് പോയിക്കൂടെ. ഓനവിടെ നിന്ന് ഓണടിക്കുക. അത് നമ്മൾ ഇന്നോവക്കാരനെ ചെറുങ്ങനെ തട്ടിയിട്ടുണ്ട്. ആരും ഇവിടെ കിടക്കുന്നത്. ഇതല്ല എല്ലാവരും എന്തോ ഒരു അര ലൂസായ പോലത്തെ കളിയാണ് എല്ലാവരും കളിക്കുന്നത്. ഇത് അടുത്ത് നമ്മളെ നേരത്തെ ഇടിച്ച പോലത്തെ വണ്ടി പോകുന്നുണ്ട്. ഇത് നമ്മൾ പ്രൈവറ്റ് ബസ് ഉണ്ട്, മുട്ടൻ ചേസ്. ചങ്ങായി മാറുന്നില്ല. അവിടെ ചങ്ങായി നല്ല സ്പീഡാണല്ലോ പോകുന്നത്. അടുത്ത് നമുക്ക് അതേപോലത്തെ ബസ് ആക്കണം. നല്ല സ്പീഡാട്ടോ. അതാ ഈ ചങ്ങായി മാറുന്നില്ല. നമുക്ക് സ്പീഡ് കടത്താം. ഈ സൈഡ് വെച്ചാൽ ഫുൾ അടിക്കുന്നുണ്ട്. ബമ്പറും മറ്റേ ഇതെല്ലാം അടിക്കുന്നുണ്ട്. അവൻ്റെ മുന്നിലത്തെ ബോഡിയിൽ ഫുൾ അടിക്കാന്ന് ഈ മണ്ണിൽ. നല്ല നിങ്ങൾക്ക് സൗണ്ട് വെക്കുന്നുണ്ടെങ്കിൽ തിരിയുന്നുണ്ട് തോന്നുന്നു. ഇപ്പോൾ ഒരു നല്ല വളവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട്. ബാക്കിൽ ഒരു MBD ഉണ്ട്. അപ്പോൾ നമുക്കിത് എത്തിയിട്ടുണ്ട്. വേണ്ട MBD നമുക്കിത് ഇവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ യാത്രക്കാരെല്ലാവരും സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആകെ ഒരു ലോറിക്കാരനെ ചെറുങ്ങനെ തട്ടിയിട്ടുണ്ട്, അതേ ഉള്ളൂ വണ്ടീൻ്റെ ഡാമേജ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ നല്ല നിർത്താം, നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ട് നിർത്താം. അപ്പോൾ സാഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ബസ് ഇഷ്ടപ്പെട്ടാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൈവറ്റ് ബസ്സാണ് ഇഷ്ടം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? ഫുൾ സെറ്റപ്പ് ആട്ടോ. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന സാഗറാണ്, നിങ്ങൾക്കിവിടെ കണ്ടാലറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. എന്നാ വെച്ചാൽ കമൻറ്റ് ചെയ്തോ. കഴിഞ്ഞ വീഡിയോയിൽ ചക്കാമാങ്ങാന്നെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടി ഇത് ഇവിടെ മാത്രമേ ഇടിച്ചിട്ടുള്ളൂ, അത് മറ്റേ കാരണമാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഫോർ നൗ, ബൈ.